നമസ്കാരം, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. കുറച്ചും അമേസിംഗ് ആയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മുടെ ലിസ്റ്റിലുള്ളത് ലൈഫ് ഹാക്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഒരുപാട് ടെക്നോളജി പരമായിട്ടും ഫുഡ് അല്ലെങ്കിൽ എന്ത് പരമായിട്ട് കുറച്ച് ടിപ്സ് അവർ തരും. എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്സ് ആൻഡ് ടിപ്സാണ്. നിങ്ങൾക്ക് ഒരുപാട് കാറ്റഗറി ഉണ്ട്, മണി ഉണ്ട്, ഫുഡുണ്ട്, എക്സ്ട്രാസ് ഉണ്ട്. ഞാൻ ടെക്നോളജി എടുത്തു. അപ്പോൾ ആദ്യം നമുക്ക് അവർ തരുന്ന ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണ് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് എയർപ്ലെയിൻ മോഡ് യൂസ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ ബാറ്ററീസ് ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാലാവധി കൂടി കിട്ടും. രണ്ടാമത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ടൈമർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ പേര് വെച്ച് / നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ വീഡിയോസും വരും. അങ്ങനെ ഒരുപാട് ടെക്നോളജി ട്രിക്സാണ് അവർ തരുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ടിപ്സും ട്രിക്സൊക്കെയാണ്. അങ്ങനെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് കിട്ടാൻ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അടുത്തത് പറഞ്ഞാൽ തെർമോമീറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഫീവർ ചെക്കിങ് ആപ്ലിക്കേഷനാണ്. ഇത് കറക്റ്റായിട്ട് വർക്കാവുന്നതാണ്. ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലാഷ് ഓണായിട്ട് കിട്ടും. അതിനുശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറയിൽ നിങ്ങളുടെ ഫിംഗർ വയ്ക്കുക. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് അതിനകത്ത് പറഞ്ഞു തരും. നമുക്ക് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഹാർട്ട് റേറ്റും വരുന്നുണ്ട് 68. പിന്നെ നമുക്ക് ഫാരൻഹൈറ്റിൽ പറയാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ J7 ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, സാംസങ് ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഫ്ലാഷിൻ്റെ പുറത്തുകൂടി കൈ വയ്ക്കരുത്, കൈ പൊള്ളും. എനിക്കിപ്പോൾ കൈ പൊള്ളി, അതുകൊണ്ടാണ് പറയുന്നത് ഫ്ലാഷിൻ്റെ പുറത്ത് വയ്ക്കരുത്. നിങ്ങളുടെ ക്യാമറയുടെ പുറത്ത് വയ്ക്കുക. ഫ്ലാഷിൽ കൈ പോവാതെ ക്യാമറയുടെ പുറത്ത് വയ്ക്കുക. ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇത് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് 37-36 ഡിഗ്രി എൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പനിയൊക്കെ നോക്കാൻ വേറെ തെർമോമീറ്ററിൻ്റെ ആവശ്യമില്ല. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫാബുലസ് എന്ന് പറഞ്ഞാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മടി പിടിച്ചൊക്കെ നിങ്ങളുടെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആദ്യം നിങ്ങളുടെ പേര് അവർക്ക് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ രാവിലെ എത്ര മണിക്കാണ് എണീക്കുന്നത്, അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിലെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ആൻസേഴ്സ് കൊടുക്കുക. ആ ആൻസേഴ്സ് വെച്ചിട്ട് അവർ നമുക്ക് ഓരോ ചലഞ്ചസ് തരും. ആ ചലഞ്ചസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 1 വീക്ക് 1 മന്തിനകത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാം. ഇപ്പോൾ കോളേജിലൊക്കെ ലേറ്റായിട്ട് എണീക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരുപാട് ചാലഞ്ചസ് അവർ തരും. വെള്ളം കുടിക്കുക, ഒരാഴ്ചയിൽ 3 പ്രാവശ്യം 3 ദിവസം അവർ പറയുന്ന ടൈമിൽ വെള്ളം കുടിക്കുക. നിങ്ങൾക്കൊരു പ്രത്യേക എനർജി തന്നെ അവർ കിട്ടും. അങ്ങനെയുള്ള കുറച്ച് ഉപകാരപ്രദമായിട്ടുള്ള ചാലഞ്ചസ് മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മുടെ ബ്ലൂ വെയിൽ പോലെയുള്ള ചാലഞ്ചസ് ഒന്നുമല്ല. ആരും അതോർത്ത് പേടിക്കേണ്ട. നമ്മുടെ സ്വഭാവം ഒന്ന് മാറ്റി കിട്ടാനായിട്ടുള്ള ഒരു വഴിയായിട്ട് നിങ്ങൾക്കിത് കാണാം. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ ആൻഡ്രോയിഡ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡിൻ്റെ അകത്തുള്ള എന്താണ് ആൻഡ്രോയിഡ്, എന്താണ് ബേസിക് കമ്പോണൻറ്റ്സ്, എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ആദ്യം ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കമ്പോണൻറ്റ്സ് വരുന്നുണ്ട്, ആപ്പ് റിസോഴ്സസ് വരുന്നുണ്ട്, യൂസർ ഇൻ്റർഫേസ് വരുന്നുണ്ട്, അഡ്വാൻസ്ഡ് വ്യൂ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഞാൻ അതിനകത്ത് കമ്പോണൻറ്റ്സ് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആൻഡ്രോയിഡ് എന്ന സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എന്താണ് കമ്പോണൻറ്റ്സ്, ആൻഡ്രോയിഡിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്, അതൊരു ഏത് പ്രോഗ്രാം വെച്ചിട്ടാണ് ആൻഡ്രോയിഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, C++ പ്രോഗ്രാമിംഗ് ആണോ, അല്ലെങ്കിൽ ജാവയ്ക്കകത്ത് എന്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്. നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ഒരു A to Z പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ തികച്ചും യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പൈ ബോയ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഒരു സ്പൈ ആപ്ലിക്കേഷനൊന്നുമല്ല. ഓൺലൈനായിട്ട് നമുക്ക് ഹാക്കിങ്ങും അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആദ്യം നമുക്ക് ഹാക്കിംഗ് ആൻഡ് ക്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, പ്രോഗ്രാമിംഗ് ഉണ്ട്, വൈറസ് ക്രിയേഷൻ ഉണ്ട്, ആൻഡ്രോയിഡ് ട്രിക്സ് ഉണ്ട്. ഞാൻ ആൻഡ്രോയിഡ് ട്രിക്സ് എടുത്തു. അപ്പോൾ നിങ്ങളെ വേറൊരു വെബ്സൈറ്റിലേക്ക് അവർ കൊണ്ടുപോകും. ആ വെബ്സൈറ്റ് കുറച്ചൊന്ന് സ്ലോ ആണ് ലോഡാവാനായിട്ട്. അത് ലോഡായി കഴിഞ്ഞാൽ അവർ നമുക്ക് എങ്ങനെയാണ് ഒരു
ആൻഡ്രോയിഡിനകത്തുള്ള ട്രിക്കൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങൾ ഹാക്കിംഗ് ആണ് എടുക്കണമെങ്കിൽ ഹാക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു വൈറസിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു റാൻസം വെയർ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെയുള്ള ഹാക്കിംഗ് എല്ലാം പറഞ്ഞു തരും. പിന്നെ ഞാൻ ഒരു കാരണവശാലും ഹാക്കിംഗ് ഒന്നും ഇതിനകത്തുകൂടി പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റുകൾ വരാറുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടോ. ആദ്യത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഏജ് ബിറ്റ്വീൻ 13 and 18 വിൽ ബി, അങ്ങനെ കുറച്ച് 88% ഓഫ് ഫേസ്ബുക്ക് യൂസേഴ്സ് ക്രീപ്പ് എക്സ് പാർട്ട്നേഴ്സ് ഫോളോയിങ് എ ബ്രേക്കപ്പ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫാക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രണ്ട്സിനെയൊക്കെ ഗെയിൻ ചെയ്യാം. നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു അക്കൗണ്ട് ആക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല എന്ന് ഒരുപാട് പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്തത്. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ട്വിറ്ററിലുള്ളവർ ട്വിറ്ററിൽ ഫോളോ ചെയ്യുക, പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക, പിന്നെ ഫേസ്ബുക്ക് പേജ് ഓഫ് കോഴ്സ് ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും.